ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ മലക്കം മറിഞ്ഞ സർക്കാർ ടേൺ അടിച്ച് ഓട്ടോറിക്ഷ പോലും തിരിയില്ല, ഇത്രയും നന്നായി. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ പഴയ നിലപാട് ആവർത്തിക്കില്ല. വിശ്വാസികൾക്ക് മുറിവേൽപ്പിക്കാതെയും കൃത്യമായ നിലപാട് വ്യക്തമാക്കാതെയും തന്ത്രപരമായി സർക്കാർ. കാരണം ഇലക്ഷൻ അടുത്ത് വരികയാണ്. ഈ വിഷയത്തിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നന്നായി പ്രഹരമേറ്റതിന്റെ ആഘാതത്തിലാണ് സർക്കാർ. അതുകൊണ്ട് തന്നെ പുതിയ നിലപാടിലൂടെയെങ്കിലും കുറച്ച് വോട്ടുകൾ നിലനിർത്താൻ കഴിയുമോ എന്ന തിരക്കിലാണ് സർക്കാർ ഇപ്പോൾ. വിശ്വാസികൾക്ക് മുറിവേൽപ്പിക്കാതെയും പുരോഗമനവാദികളെ പിണക്കാതെയുമുള്ള തന്ത്രപരമായ നിലപാടാണ് ഇന്ന് സുപ്രീം കോടതിയിൽ സർക്കാർ എടുത്തത്. യുവതീ പ്രവേശന വിഷയത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള അച്യുതാനന്ദൻ സർക്കാരിന്റെയും ഒന്നാം പിണറായി സർക്കാരിന്റെ കടുംപിടുത്തത്തിൽ നിന്നും പതുക്കെ പിന്തിരിയുന്ന സൂചനയാണ് രണ്ടാം പിണറായി സർക്കാർ അവസാനിക്കുമ്പോഴുള്ള ഇപ്പോഴത്തെ നിലപാട്. കാരണം മറ്റൊന്നുമല്ല, ഇലക്ഷൻ അടുത്തു വരികയാണ്. CPM-ലും മുന്നണിയിലും ഒരുപാട് കൂടിയാലോചനകൾക്ക് ശേഷമാണ് തന്ത്രപരമായ ഈ പിന്മാറ്റം. ഇന്നലെ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന വളരെ സൂക്ഷിച്ചായിരുന്നു. ഇപ്പോൾ ആചാരത്തെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് പണ്ഡിതരും പരിഷ്കർത്താക്കളുമാണ് എന്നാണ് സർക്കാരിന്റെ വാദം. അങ്ങനെയാണ് സുപ്രീം കോടതി അറിയിച്ചത്. സുപ്രീം കോടതി ഈ മാസം 15-ാം തീയതിക്ക് മുമ്പ് നിലപാട് അറിയിക്കാൻ സർക്കാരിന് അന്ത്യശാസനം നൽകിയിരുന്നു. ആ അന്ത്യശാസനത്തിലാണ് ഇത്തരം നിലപാട്. ഇതിനെക്കുറിച്ചൊക്കെ കേരളവും വിശ്വാസ സമൂഹവും ഒരുപാട് ചർച്ച ചെയ്തതാണ്, ചേരിതിരിഞ്ഞും അല്ലാതെയും. ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് താഴെ പറയുന്ന കാര്യങ്ങളാണ്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കടുംപിടുത്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ 17,640ഓളം കേസുകൾ, ആ കേസുകളിൽ ഉൾപ്പെട്ടവരുടെ വിധി, ആ കേസുകളിൽ ഉൾപ്പെട്ടവരുടെ ഭാവി, ഇതൊക്കെ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? അടുത്തതായി ഉന്നയിക്കുന്ന ചോദ്യം, 13,840ഓളം പേരെ അറസ്റ്റ് ചെയ്തു. എന്തിനായിരുന്നു? പിന്നെ എന്തിനായിരുന്നു ഇപ്പോഴത്തെ മലക്കം മറിച്ച്? 4,011ഓളം പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡ് ചെയ്തു. അവർ ഇനി എത്ര കാലം കോടതി കയറി ഇറങ്ങണം? 7 കോടിയോളം രൂപ ജാമ്യത്തുകയായി ഈടാക്കി. ആ തുക ഇനി എന്ത് സംഭവിക്കും? എന്തിനായിരുന്നു സർക്കാർ ഈ കടുംപിടുത്തവുമായി അന്ന് മുന്നോട്ട് പോയത്, ഇപ്പോൾ മലക്കം മറിയുന്നത്? 700ഓളം പേരുടെ പാസ്പോർട്ട് തടഞ്ഞു വെച്ചു. അതിലൂടെ വിദേശത്ത് ജോലിക്ക് കയറാൻ കഴിയാത്തവർ ഒരുപാട് പേർ. അവരുടെ കുടുംബങ്ങളുടെ ഗതി എന്താണ്? അവരുടെ ഭാവി ജീവിതം എങ്ങനെയാവും? കിടപ്പാടം വരെ പണയം വെച്ച് ജാമ്യത്തുക അടച്ച ആയിരക്കണക്കിന് ആളുകൾ, അവർ ഇനി എന്ത് ചെയ്യണം? അവരുടെ കിടപ്പാടങ്ങൾ വീണ്ടെടുക്കാൻ അവർ എന്ത് ചെയ്യണം? ജനത്തിന്റെ മുന്നിൽ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്. അറസ്റ്റിലായതിന്റെ പേരിൽ വിവാഹം മുടങ്ങിയവർ, കുടുംബത്തിൽ വിവാഹം മുടങ്ങിയവർ, അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് സർക്കാർ എന്തു പറയുന്നു? ജയിലിൽ പോയതോടുകൂടി അതിന്റെ പേരിൽ PSC ജോലി ലഭിക്കാത്തവർ, മറ്റു തൊഴിലുകൾ ലഭിക്കാത്തവർ, ഉള്ള തൊഴിലുകൾ നഷ്ടപ്പെട്ടവർ കേസിൽ പ്രതിയായതോടുകൂടി അവരൊക്കെ എങ്ങനെ ജീവിക്കും? അവർ ഇനി എന്ത് ചെയ്യണം? സർക്കാർ അതിന് മറുപടി പറയേണ്ടതല്ലേ? ജാമ്യത്തുക അടച്ചതോടുകൂടി സാമ്പത്തികമായി തകർന്ന് ജീവിതം നരകതുല്യമായി മാറിയ ഒരുപാട് ഭക്തജനങ്ങൾ, അവർ എന്ത് ചെയ്യണം? സമൂഹത്തോട് രാഷ്ട്രീയക്കാർ, ഭരണപക്ഷം ഉത്തരം പറയേണ്ടതാണ്. എത്ര വോട്ട് കിട്ടുമെന്നോ എത്ര സീറ്റ് കിട്ടുമെന്നോ നോക്കിയല്ല ഞങ്ങൾ നിലപാട് പ്രഖ്യാപിക്കുന്നത് എന്ന് പറഞ്ഞ ഈ സർക്കാർ 17 ദിവസം കേരളം നിശ്ചലമാക്കി സാമ്പത്തിക സാമൂഹിക മേഖലകളെ തകർത്തതിന് എന്തു മറുപടി പറയും? ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തെക്കുറിച്ച് 2 വോട്ടിന് വേണ്ടിയല്ലേ, 4 വോട്ടിന് വേണ്ടിയല്ലേ ഇപ്പോഴത്തെ ഈ നിലപാട് മാറ്റം? ഈ വരുന്ന നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടല്ലേ ആ വോട്ടിന് വേണ്ടിയല്ലേ ഈ നിലപാട് മാറ്റം? എങ്കിൽ ഇതിന്റെ മുന്നിൽ, ഇതിന്റെ പേരിൽ പക അനുഭവിച്ച ഭക്തജനങ്ങൾ എന്തു ചെയ്യണം? 14,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ കയറ്റുമതി മേഖലയോട് ഈ സർക്കാരിന് എന്താണ് പറയാനുള്ളത്? വ്യാപാര മേഖലയിലുണ്ടായ 20,000 കോടിയോളം രൂപയുടെ നഷ്ടം സർക്കാർ എങ്ങനെ നികത്തും? KSRTCയുടെ കണക്കനുസരിച്ച് ആ സമരക്കാലത്ത് 80 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. അതെങ്ങനെ സർക്കാർ നികത്തും? വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 വോട്ടിന് വേണ്ടി, 2 സീറ്റിന് വേണ്ടി ഇപ്പോൾ ഇതാ നിലപാട് മാറ്റിയിരിക്കുന്നു. എന്തിനായിരുന്നു നേരത്തെയുള്ള ഈ കടുംപിടുത്തം? ആരെ കബളിപ്പിക്കാനാണ് ഇപ്പോഴത്തെ നിലപാട് മാറ്റം? ഈ നിലപാട് മാറ്റത്തിന്റെ സൂചനകൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ സത്യവാങ്മൂലം നൽകിയിരുന്നു നിലപാട് മാറ്റത്തെക്കുറിച്ച്. അത് സർക്കാരിന്റെ അനുമതിയോടുകൂടി തന്നെയാണ്. അല്ല എന്ന് വിശ്വസിക്കാൻ കേരളത്തിലുള്ളവർ അരിയാഹാരം കഴിക്കുന്നവർ തന്നെയാണ്. 2007-ൽ BS സർക്കാർ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് നിലപാടെടുത്തു. പിന്നാലെ വന്ന ഉമ്മൻചാണ്ടി സർക്കാർ യുവതീ പ്രവേശനത്തെ എതിർത്തപ്പോൾ
തുടർന്ന് വന്ന ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരിന്റെ കുറച്ചു കാലം മുമ്പ് വരെയും യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചു തന്നെയായിരുന്നു നിലപാട്. ലോക്സഭാ ഇലക്ഷനും തദ്ദേശ സ്വയംഭരണ ഇലക്ഷനും കിട്ടിയ വൻ തിരിച്ചടിയാണ് ഈ അവസാന കാലത്ത്, രണ്ടാം ടേമിന്റെ അവസാന കാലത്ത് സർക്കാരിന് ഇങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വന്നത്. മൂന്നാം ടേമിലേക്കുള്ള മുന്നേറ്റത്തിന് വേണ്ടി ഇതെല്ലാം ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ നിലപാട് മാറ്റി രണ്ടോട്ടിന് വേണ്ടി നിങ്ങൾ ഇതുപോലുള്ള കോപ്രായങ്ങൾ കാട്ടിയാൽ പൊതുസമൂഹം അംഗീകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനിയെങ്കിലും പൊതുവായ കാര്യങ്ങളിൽ നല്ല നിലപാടെടുക്കുക, ശക്തമായ നിലപാടെടുക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.